പേര് മുഹമ്മദ് എന്നാണ്. ഇത് സ്ഥലം പുന്നക്കാടാണ്, മൂർക്കനാട് പഞ്ചായത്ത്. എൻ്റെ വാപ്പാടെ പേര് കുട്ടിയസ് എന്നാണ്. വാപ്പാടെ പേര് പോക്കര് എന്നാണ്. പാപ്പ പൂക്കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ ഞങ്ങളിപ്പോൾ 5 കുടുംബങ്ങളുണ്ട്. ജ്യേഷ്ഠനഞ്ചന്മാർ 4 ആളും പിന്നെ വലിയ അഞ്ചൻ്റെ ഒരു മകനും. അന്നത്തെ വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ കൃഷിയാണ് പഴയ കാലത്തെ. അപ്പോൾ പാപ്പയായിട്ട് ഇവിടെ വന്നിട്ട് തന്നെ ഭയങ്കര കൃഷിക്കാരനായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി എന്നുള്ളത് ഇപ്പോൾ എളുപ്പതായിട്ട് എനിക്ക് പറയാനറിയില്ല. പാപ്പയായിട്ട് വന്നതാണ്, കൊല്ലങ്ങൾ കുറേ ആയിക്കണം. എനിക്ക് 62 വയസ്സായിക്കണം. എനിക്ക് ഞാൻ കുട്ടിയാകുന്ന കാലത്ത് വല്യപ്പ മരിച്ചിരിക്കണമെന്നാണ് പറയുന്നത്. ഇരിക്കുന്നൊരു പ്രായമാണ് എന്നാണ്. അപ്പോൾ അതിൻ്റെയും കുറേ മുന്നേ വന്നതായിരിക്കണമല്ലോ. വല്യപ്പയായിട്ട് വന്നതാണ്. വാപ്പാനൊക്കെ ഇവിടെ പ്രസവിച്ചിട്ടുണ്ടായതാണെന്നാണ് പറയുന്നത്. അത് ഇവിടുന്ന് പുന്നക്കാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ച് കുറച്ച് കാലമായി. അങ്ങനെ കഴിഞ്ഞിട്ട് ആ വല്യമ്മയോടൊപ്പം ആയിട്ട് ഇങ്ങോട്ട് വന്ന് മാറി ഇവിടേക്ക് താമസമാക്കി മാറ്റിയതാണ്. പൂക്കാട്ടിൽ പറഞ്ഞിരുന്നത് ഇപ്പോൾ അബ്ദുറഹ്മാൻ അളാപ്പ പറഞ്ഞിട്ട് അത്തിപ്പറ്റിയിൽ ഒരാൾ താമസിക്കുന്നുണ്ട്. അതാണ് വല്യപ്പാടിയിട്ട് ഒറിജിനൽ തറവാട് എന്നാണ് പറഞ്ഞിരുന്നത്. അവിടെ നിന്നാണ് ഇങ്ങോട്ട് പോയി നിൽക്കുന്നത്. പഴയ ഓർമ്മ കൂടുതലൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ഞാനീ പറഞ്ഞ മാതിരിയൊക്കെയുള്ള ഓർമ്മകളാണ്. കൂടുതൽ ബന്ധപ്പാട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ കൂടുതൽ ഉണ്ടാകലില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ കൂടുതലായിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നു ഇന്നോലൊക്കെ നമ്മളെ കുടുംബമാണ്. അവിടെ കേക്കിക്കാർ കാരണവും പറഞ്ഞു, പിന്നെ ആലപ്പറ്റക്കാരും, പിന്നെ അങ്ങനെ കുറേ കുടുംബത്തിനൊക്കെ അവനെ പറഞ്ഞിരുന്നു. പിന്നെ ഞങ്ങളൊരു അമ്മായിനെ അങ്ങോട്ട് തന്നെ പൂക്കാട്ടിലേക്ക് തന്നെ കെട്ടിച്ചിട്ടുണ്ട്, വലിയ അമ്മായിനെ. അത് കുഞ്ഞാലുവാക്കെ തട്ടാരത്തോടുക്കാർ എന്നാണ് ഓലെ പറച്ചിൽ. ഓലൊരു 5 ജ്യേഷ്ഠനേറ്റെ അലിവിളാപ്പാന്ന് എന്തോ പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള പരിചയങ്ങൾ എനിക്കുണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ പോയിട്ടുമുണ്ട് വാപ്പുള്ള കാലത്ത്. ബാക്കി എവിടെയൊക്കെ ഉണ്ട് കൂടുതൽ പിടുത്തൊന്നുമില്ല. പൂക്കാട്ടിൽ കുറേ ആളുണ്ട് എന്ന് പറയും. അങ്ങനെയൊക്കെയുള്ള പിടുത്തമുള്ളൂ. പിന്നെ ഇങ്ങനെ കേൾക്കാം അവിടെ ഉണ്ട്, കുടുംബങ്ങളുണ്ട്, ഇന്നോടത്തുണ്ട് എന്നുള്ള അല്ലാതെ ബന്ധപ്പാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ഇല്ല. അവരിങ്ങോട്ടും ഇല്ല, ഞങ്ങളങ്ങോട്ടും ഇല്ല. എൻ്റെ പേര് സൈനുദ്ദീൻ എന്നാണ്. പിതാവിൻ്റെ പേര് കുട്ടി ഹസൻ എന്നാണ്. പിതാവിൻ്റെ പിതാവ് കുഞ്ഞിപ്പോക്കരി എന്നാണ്. ഞാൻ മൂർക്കനാട് പഞ്ചായത്തിൽ 10-ാം വാർഡിൽ പുന്നക്കാട് എന്ന പ്രദേശത്ത് താമസിക്കുന്നു. ഇത് എൻ്റെ ജ്യേഷ്ഠനാണ്. എനിക്ക് 2 ജ്യേഷ്ഠന്മാർ കൂടിയുണ്ട്. പിന്നെ ഞാനൊരു മത അധ്യാപകനായി ജോലി ചെയ്യുന്നു. ഡിസംബർ 25-ാം തീയതി VP ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന കുടുംബ സംഗമം, അത് വളരെ ആവശ്യത്തോടു കൂടിയും വളരെ താല്പര്യത്തോടു കൂടിയുമാണ് ഞങ്ങൾ ആ പരിപാടിയെ കാണുന്നത്. ഇൻഷാ അല്ലാഹ് ആ കുടുംബ സംഗമത്തിൽ ഞങ്ങൾ കുടുംബസമേതം എല്ലാവരും പങ്കെടുക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ആ മഹത്തായ പരിപാടിയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഹാരിസ് എന്നാണ്. ഹാരിസ് VP. അങ്ങാടിപ്പുറമാണ് താമസം. അങ്ങാടിപ്പുറം ചെരക്കാപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലം. ഞങ്ങൾ ഏകദേശം ഒരു 40 വർഷത്തോളമായി, 45 വർഷത്തോളമായി ഇവിടെ സെറ്റിലായിട്ട്. ഇപ്പോഴായിട്ട് ഇവിടെ വന്ന് സെറ്റിലായതാണ്. ഇപ്പോൾ ശരിക്ക് ബേസിക്കലി പൂക്കാട്ടിരി തന്നെയാണ് സ്ഥലം. പൂക്കാട്ടിരിയിലെ വളച്ചെട്ടിയിൽ വലിയ പറമ്പിൽ കുഞ്ഞിപ്പോക്കു എന്നാണ് വലിയപ്പാൻ്റെ പേര്. അത് ഉപ്പായിട്ട് ഉപ്പാൻ്റെ അമ്മാവന്മാർ, ഇപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ അമ്മാവന്മാരൊക്കെ ഈ ഭാഗത്തായതുകൊണ്ട് ഇവിടെ ഈ ഭാഗത്ത് വന്ന് സെറ്റിലായി. ഞങ്ങൾ ഉപ്പാക്ക് 3 ആണും
ഒരു പെണ്ണുമാണ്. 3 ആമക്കളുള്ള ഒരാൾ. ഞങ്ങൾ രണ്ടുപേരും നാട്ടിലാണ്. ജ്യേഷ്ഠൻ ഇവിടെ അങ്ങാടിപ്പുറത്ത് ബിസിനസ്സാണ്, ഹോം അപ്ലയൻസസിൻ്റെ. ഞാൻ പെരിന്തൽമണ്ണ ടൈൽസിൻ്റെയൊക്കെ ബിസിനസ്സാണ്. പിന്നെ ഒരു പെങ്ങളുള്ളത് തിരൂരാണ്, അനിയന് റിയാദിലുമാണ്. ഞങ്ങൾ ഇവിടെ ഏകദേശം പൂക്കാട്ടിലോ അല്ലെങ്കിൽ വലിയ പറമ്പിൽ ഇവരുമായിട്ട് ബന്ധമുള്ളത് അവിടെ പൂക്കാട്ടിൽ എന്തെങ്കിലും കല്യാണം എന്തെങ്കിലുമൊക്കെ ഉള്ള സമയത്താണ്. പിന്നെ ഇപ്പം മരണപ്പെട്ടതിന് ശേഷം ബന്ധങ്ങളും വളരെ കുറവാണ്. മാഷാ അല്ലാഹ് ഈ ഒരു കുടുംബ സംഗമം വലിയ പറമ്പിൽ ആളുകൾ വന്നതൊക്കെ വലിയ റാഹത്താണ്. ഉപ്പാൻ്റെ ആളുകളെ കാണാൻ പറ്റി എന്നുള്ളത് സന്തോഷമുള്ള കാര്യം. അത് ഉപ്പാൻ്റെ ഉമ്മാൻ്റെ കുറേ സ്ഥലങ്ങളും അമ്മാവന്മാരൊക്കെ ഈ ഭാഗത്താണ് ഉണ്ടായിരുന്നത്. അത് വല്യമ്മാൻ്റെ സ്ഥലം ശരിക്കും അങ്ങാടിപ്പുറമാണ്. അപ്പോൾ അങ്ങനെ അമ്മാവന്മാരൊക്കെ ഈ ഭാഗത്തായതുകൊണ്ട് ഇപ്പോൾ പുറത്തായിരുന്ന സമയത്ത് അമ്മാവന്മാർക്ക് പൈസ അയച്ചു കൊടുത്ത് സ്ഥലങ്ങൾ വാങ്ങിച്ചതൊക്കെ ഈ ഭാഗത്താണ്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തേക്ക് അങ്ങനെ സെറ്റിലായതാണ്. ഇപ്പോൾ ആദ്യം മിലിറ്ററിയിലായിരുന്നു, പിന്നെ ഒരു 74 ഇന്ത്യ ചൈന വാറിൽ ഡിസേബിലിറ്റി പെൻഷനായി. പിന്നെ അതിന് ശേഷം മസ്കത്തിലായിരുന്നു കുറേ വർഷം. അതിന് ശേഷം പിന്നെ കുറേ വർഷത്തോളം നാട്ടിൽ PWD PhD കോൺട്രാക്ട് വർക്കുകളായിരുന്നു. അല്ല, ഇവിടുത്തെ പള്ളി കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആയിട്ട് വന്ന് വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോൾ തന്നെ ആയിരുന്നു ഒരു 10-30 വർഷത്തോളം ഏകദേശം അതിൻ്റെ പ്രസിഡൻ്റൊക്കെ ഇപ്പം തന്നെയായിരുന്നു കുറേ വർഷത്തോളം. ചാരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ഇതിലുണ്ട്. നമ്മൾ കാര്യങ്ങളിൽ തന്നെയാണ്, നമ്മൾ ഫാമിലിയിൽ നിന്ന് തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ അടുത്തൊരു വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളെ ബ്രദേഴ്സ് എല്ലാവരും കൂടി കൂടിയിട്ടാണ്. അങ്ങനെ ചാരിറ്റി പ്രവർത്തനങ്ങൾ കുറേയൊക്കെ ചെയ്യുന്നുണ്ട് അൽഹംദുലില്ലാഹ്. എഡ്യൂക്കേഷനിൽ നമ്മൾ ഇവിടെ കുഴപ്പമില്ലാത്തൊരു എഡ്യൂക്കേഷൻ സെറ്റപ്പാണ് ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത്. നമ്മളെല്ലാവരും അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. അനിയന് ഏറ്റവും മൂത്ത പെങ്ങൾ ടീച്ചറാണ് തേയാലങ്ങൾ സ്കൂളിൽ. ജ്യേഷ്ഠന് IT ആണ്, IIT. ഞാൻ ഇൻറ്റീരിയർ ഡിസൈനിങ് ബേസിക്കലി ബാംഗ്ലൂരാണ് പഠിച്ചതൊക്കെ. അനിയൻ MBA ആണ്, ബാംഗ്ലൂരാണ് പഠിച്ചത്. ഇപ്പോൾ നമുക്ക് നമ്മൾ പൂക്കാട്ടിലൂടെ പാസ് ചെയ്യുമ്പോൾ കാണുന്നതാണ് ആ പാടത്തുള്ള ചെറിയൊരു നിസ്കാരപ്പള്ളി. അത് വല്യപ്പ ആ കാലഘട്ടത്തിൽ ആ പാടത്ത് അവരുണ്ടാക്കിയതാണെന്നാണ് പറയുന്നത്. അവർക്ക് പാടത്ത് പോയിട്ടുമ്പോൾ വല്യപ്പ അവിടെ നിസ്കരിച്ചിരുന്നു എന്നും അവിടെ പള്ളിയിലെ തന്നെ കടക്കായിരുന്നു എന്നും. ആ ചെറിയൊരു പാടത്തുള്ള പള്ളി കാണാൻ അവിടെയുള്ള കുറേ ആളുകളുടെ പേരുകൾ ഇപ്പോൾ പറയും. കുറേ സ്ത്രീകളുടെ പേരുകൾ, അതേപോലെ ഒരു വൈദ്യരെ പേര്, അങ്ങനെയുള്ള കുറേ ആളുകളൊക്കെ ഇപ്പോൾ പറയുന്ന ഒരു ഓർമ്മകൾ. എൻ്റെ പേര് അബ്ദുറഹിമാൻ വലിയ പറമ്പിൽ. ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് പെരിന്തൽമണ്ണയാണ്. എൻ്റെ വാപ്പാൻ്റെ നാട് പിന്നെ പട്ടാമ്പിയിലാണ്. വാപ്പാൻ്റെ പേര് കുഞ്ഞായ്മ ഹാജിയാണ്. വാപ്പാൻ്റെ പേര് അവറാനാണ്. വാപ്പ ഇവിടുന്ന് പെരിന്തൽമണ്ണയിൽ ഉമ്മാനെ കല്യാണം കഴിച്ചിട്ട് അങ്ങനെ വാപ്പ നാട്ടിലേക്ക് പോകുന്നതാണ്. ഞാനാണ് ചെറിയ മോന്. വലിയ ജ്യേഷ്ഠൻ മരിച്ചുപോയി, രണ്ടാമത്തെ ജ്യേഷ്ഠനും മരിച്ചുപോയി, പെങ്ങന്മാരുണ്ടായിരുന്നു കുറേ മരിച്ചുപോയി. ഇപ്പോൾ 2 പെങ്ങന്മാരും ഇവിടെ ഈ കുടുംബത്തിൽ, ഇപ്പോൾ 2 പെങ്ങന്മാരും ഞാനും മാത്രമേ ഉള്ളൂ.
പിന്നെ മക്കൾ പേരക്കുട്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതിലത്തെ ആളാണ് ഇപ്പോൾ അബൂബക്കർ പറഞ്ഞത്. ഇപ്പോൾ അതിലത്തെ ഒരാളാണ്. അതിൽ ഒരു വലിയ ജ്യേഷ്ഠന് നാല് കുട്ടികളാണ്. അതിൽ 3 പെണ്ണും ഒരാണും. അതിലാണ് അബൂബക്കർ പറഞ്ഞത്. അവിടുത്തെ ഫുള്ള് ഡീറ്റെയിൽസ് പറഞ്ഞാൽ കുറേ അവിടുന്ന് പോകുന്നുണ്ട്. ഫുള്ള് ഡീറ്റെയിൽസ് പറഞ്ഞാൽ കാരണം മൂത്താപ്പാൻ്റെ മക്കൾക്കൊക്കെ ഒരുപാട് മക്കളുണ്ട് അവിടെ. മക്കളും പേരക്കുട്ടികളൊക്കെ ഉണ്ട് അവിടെയൊക്കെ. ഫുള്ള് ഡീറ്റെയിൽസ് ഒന്നും ഇനി നമ്മളെ കൊണ്ട് എടുത്താൽ കൂടില്ല. പിന്നെ അതേമാതിരി മൂത്താപ്പാൻ്റെ മക്കൾ പിന്നെ ബാംഗ്ലൂർ അതിൽ ഡോക്ടേഴ്സൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. മൂത്താപ്പാൻ്റെ മക്കൾ ബാംഗ്ലൂർ ബന്ധമുള്ളത്. ഇപ്പോൾ നമ്മൾ വലിയ ജ്യേഷ്ഠൻ്റെ പിന്നെ മകളെ കല്യാണം കഴിച്ചേക്കണ ഒരു പിന്നെ മൂത്താപ്പാൻ്റെ മകൻ്റെ കുട്ടിയാണ്. ബാവാറിയും പട്ടാമ്പി. വലിയറമ്പിൽ ഇനി ഉള്ളത് ഇവിടെ ഉണ്ട്, പൂപ്പലത്തുണ്ട്. അതിൽ ജ്യേഷ്ഠൻ പിന്നെ ഒരു മരുമകളുണ്ട്. ജ്യേഷ്ഠൻ മരുമകൻ്റെ അനുജന്മാർ 2 ആളുണ്ട്. അവരൊക്കെ വേറെ വേറെ താമസിക്കുന്നുണ്ട്. അവരൊക്കെ വലിയറമ്പിലാണ്.